വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷനും കാണാം. അതും പ്രസ് ചെയ്താൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. സാധാരണയായിട്ട് പറമ്പിലൊക്കെ കാണുന്ന താള് കൊണ്ടാണ് നമ്മളിന്ന് കറി വെക്കാൻ പോകുന്നത്. ഇനി അതിലേക്ക് 2 കപ്പയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കപ്പയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് താള് കട്ട് ചെയ്തെടുക്കാം. താള അരിയുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ തണ്ടുമ്മലുള്ള ആ ഒരു നാരുണ്ടല്ലോ, അതിൻ്റെ മുകൾ ഭാഗം, ആ ഭാഗം ഒന്ന് നമുക്കിങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കാം. അപ്പോൾ അത് താളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടൊരു കുക്കറിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കപ്പ ഉണ്ടല്ലോ, അതൊക്കെ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ടാണ് താള് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് ഉപ്പ് ആഡ് ചെയ്യരുത്. കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പ് ആഡ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒരു 3 വിസിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. കപ്പയുടെ ഒരളവിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളമായി പോവരുത്. ഒരുപാട് വെള്ളമായാൽ കറി ലൂസായി പോവും, ഇപ്പോൾ ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു തിക്കായിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 3 വിസിൽ വേവിച്ചെടുത്തു. പിന്നെ അതിൻ്റെ ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുത്തു. അപ്പോൾ അത് നല്ലോണം താളി വന്നിട്ടുണ്ട്. പുളിയൊക്കെ നന്നായിട്ട് വെന്തൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു കയ്യിൽ വെച്ച് ഇങ്ങനെ ഒടിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചെടുത്തത് വേണം. ഇനി അതൊന്ന് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ അതിനായിട്ടൊരു തേങ്ങയുടെ ഒരു മുറി ചെരുവി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഒരുപാട് എരിവ് ഞാൻ ആക്കുന്നില്ല. ഒരു 4 പച്ചമുളകാണ് എടുക്കുന്നത്, വലിയ പച്ചമുളക്. ഒരുപാട് എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ ഒരു 5-6 വലിയ പച്ചമുളക് എടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കറി റെഡിയാവാൻ. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മളെ പറമ്പിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ഒന്നാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി റെസിപ്പിനായിട്ട് അമാൻമം ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.